ഹായ്. എന്നെ പിടിക്കാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ നീ ഒരിക്കലും കരുതണ്ട. കുറ്റവാളികളെ ഒരിക്കലും ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. സഹായിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ അന്വേഷിക്കണം. സഹായിക്കാൻ പോകുന്ന ആളിന് അതിന്റെ അർഹതയുണ്ടോ ഇല്ലയോ എന്ന്. ആരാ നീ? ഞാൻ ഡിറ്റക്റ്റീവാണ്, സക്കർസൺ. കുറ്റവാളി ജബ്ബറിനെ ഞാൻ വെറുതെ വിടില്ല. പിടിച്ചു. ഇവൻ ജബ്ബറല്ല, സോർദാറാണ്. കുട്ടി, ഇവൻ നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. ഇവൻ തന്നെയാണ് അവൻ. ഇപ്പൊ കണ്ടോ, ഇവനാണ് ജബ്ബർ. ഫേസ് മാറ്റി നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇത് സോർദാറാണ്. ഇതാണ് അവന്റെ യഥാർത്ഥ രൂപം. എന്നെ ആർക്കും തന്നെ ഒരിക്കലും പറ്റിക്കാൻ കഴിയുകയില്ല. ഗംഗാ പ്രസാദ് പറഞ്ഞതനുസരിച്ച് ജമുന പ്രസാദിന്റെ വീട്ടിൽ നിന്നും സായി പ്രസാദിന്റെ വീട്ടിലെ ഡോക്യുമെന്റ്സ് അവൻ മോഷ്ടിച്ചിരിക്കുകയാണ്. സായി പ്രസാദ് തന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ജമുന പ്രസാദിന്റെ വീട്ടിൽ എന്തിനാണ് വെച്ചത്? ജമുന പ്രസാദിന്റെ വീട്ടിലല്ല വച്ചത് സായി പ്രസാദിന്റെ വീട്ടിലാണ്. സായി പ്രസാദിന്റെ വീട്ടിൽ ജമുന പ്രസാദ് എന്തിനാണ് ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി വെച്ചത്? അത് അവിടെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രസാദ്മാരുടെ അച്ഛനാണ് അവിടെ കൊണ്ടുപോയി വെച്ചത്. ഈ പ്രസാദ്മാരെ കൊണ്ട് ഞാനിപ്പോ കൺഫ്യൂസ് ആയിരിക്കുക. അങ്ങ് ഞങ്ങൾ കൺഫ്യൂസ് ആക്കാത്ത കാര്യങ്ങൾ പറ. മൂന്നും പ്രസാദുകളല്ലേ, പേര് പറയാതെ ഞാൻ എങ്ങനെയാ പറയുക? ഞാൻ കൺഫ്യൂസ് ആവില്ല, പറഞ്ഞോ. ഈ ജബ്ബർ പ്രസാദ് പറഞ്ഞത് കൊണ്ട് പ്രസാദിന്റെ വീട്ടിൽ പോയി പ്രസാദിന്റെ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചു. എന്താ പറഞ്ഞത്? പ്രസാദ് പറഞ്ഞിട്ട് പ്രസാദ് എന്തിനാ മോഷ്ടിക്കുന്നേ? പ്രസാദ് പറഞ്ഞിട്ടല്ലേ പ്രസാദ് മോഷ്ടിച്ചേ? ഞാൻ തന്നെ കൺഫ്യൂസ് ആയിരിക്കാണ്. മാറേ, എനിക്ക് ഈ ജബ്ബറിനെ അറസ്റ്റ് ചെയ്യണം. ജബ്ബർ അവനല്ല, ഇവനാണ്. ആരെങ്കിലും എന്നെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവന്റെ കഴുത്ത് ഞാൻ വലിച്ചു നീട്ടി ജിറാഫിന്റെ പോലെയാക്കും. എടാ, അവൻ പോപ്പറ്റിനെ കൊണ്ട് പോയി. അവൻ തീർച്ചയായിട്ടും എവിടെ പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് പോപ്പറ്റിനെ രക്ഷിക്കണം. എന്നോടൊപ്പം കൂടിയാൽ നിങ്ങൾക്ക് അവനെ തീർച്ചയായിട്ടും രക്ഷിക്കാൻ കഴിയും. എനിക്ക് എന്റെ കേസ് തീർക്കാനും പറ്റും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. പക്ഷെ ഞങ്ങൾ 3 പേരുണ്ടല്ലോ. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം വരൂ. ജമുന പ്രസാദിന്റെ ആൾക്കാരല്ലേ നിങ്ങള്? ഇന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല.
എടാ ജബ്ബറാ പോകുന്നു, അവനെ നമുക്ക് പിടിക്കാം, എന്നിട്ട് പപ്പട്ടിനെ രക്ഷിക്കാം. ഓ, ജമുന പ്രസാദ് ആണോ നിങ്ങളെ അയച്ചത്? എടാ, ഒരു സാധു മിണ്ടാതിരുന്നാൽ നിങ്ങൾ അവനെ ഭീരുവായിട്ട് കണക്കാക്കരുത്. സംശയട്ടോ? വാടാ, ഞാൻ ആരാണെന്ന് നിനക്കിന്ന് കാണിച്ചു തരാം. കൂട്ടുകാരെ, സംഘമാണ് എന്നും ശക്തി. ഒന്നിച്ചാക്രമിക്കൂ. ബൈ. ജബ്ബാർ ഗംഗാപ്രസാദിനോടൊപ്പം രക്ഷപ്പെട്ടു. ജോർദാറെ, നീ കാറിന് പുറകെ പോ. നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ? നിങ്ങളും പോ. പോപ്പട്ട്, ആ ജബ്ബർ എങ്ങോട്ടാ പോകുന്നെന്ന് മോളിൽ നിന്ന് വീക്ഷിക്കേ. ഞങ്ങള് പോലീസിനെയും കൊണ്ട് വരാം. കലക്കി ജബ്ബാർ, നീ ചെയ്തത് നല്ല പണി തന്നെയായിരുന്നു. അല്ല, ഇദ്ദേഹം അകത്തേക്ക് പോയല്ലോ. അയ്യോ, എന്റെ തല. ആരാണിവൻ? ജമുന പ്രസാദിന്റെ ഡിറ്റക്റ്റീവാ. ഗാർഡ്സ്, ഇവനെ പിടിക്ക്. അനുവാദമില്ലാതെ അകത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയിക്കുവനെ. എടാ, ഈ അടിയും തൊഴിയും എന്നോട് വേണ്ട. നമുക്ക് സംസാരിച്ച് തീർക്കാം. നിർത്താൻ ഇദ്ദേഹം തനിച്ചല്ല വന്നത്. എന്നാൽ നീ തനിച്ചാണ്. കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നപ്പോ നീ വലിയ ഹീറോ കളിച്ചില്ലേ?
എന്റെ പുതിയ കാറിനെ പൊട്ടിച്ചോ. എന്തായി കാണിക്കുന്നത്? അത് ഞാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ്. ഹോ, ഹോ, ഹോ. ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പോലീസ് ഇവിടെയുണ്ട്. Hands up. നിന്റെ കളി തീർന്നു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് ഗംഗാ പ്രസാദ്. ഇവനാണ് ജബ്ബറിന്റെ സഹായത്താൽ ജമുന പ്രസാദിന്റെ വീട്ടിൽ നിന്നും സായി പ്രസാദിന്റെ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചത്. എനിക്ക് കാര്യം മനസ്സിലായി. പ്രസാദിന്റെ പേപ്പർ പ്രസാദിന്റെ വീട്ടിൽ നിന്ന് പ്രസാദ് തന്നെ മോഷ്ടിച്ചു. എന്താ മനസ്സിലായോ? ഈഷ്, നീ മിണ്ടാതിരിക്കുക. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നന്നായിട്ട് മനസ്സിലാക്കിക്കോളാം.